ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മീഷോ ഹോള്. അപ്പൊ അതിന്റെ ആഫ്റ്റർ വാഷ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പൊ എല്ലാ വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറച്ചുപേര് ചോദിച്ചിരുന്നു, ആ ഡ്രസ്സ് ഷ്രിങ്ക് ആവുന്നുണ്ടോ അതോ കളർ ഫെയ്ഡ് ആവുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്തതിന് ശേഷം. അപ്പൊ ഞാൻ അതിനുള്ള ആൻസർ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് വന്നിട്ട്, അന്ന് ഞാൻ പറഞ്ഞു എന്റെ ഫേവറേറ്റ് ആണെന്ന്, ഇതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൈറ്റില് ബ്ലൂ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ഡ്രസ്സാണ് കേട്ടോ. കുറച്ച് സീ ത്രൂ ആണെന്ന് ഉള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. കളർ ഒന്നും ഫെയ്ഡ് ആവുന്നില്ല. ഞാനൊരു 2 വാഷ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ ഷ്രിങ്ക് ആവുന്നുമില്ല, പെട്ടെന്ന് ചെറുതായിട്ടൊന്നും പോകുന്നില്ല. അങ്ങനത്തെ മെറ്റീരിയൽ ഒന്നുമല്ല, ഒരു നല്ല മെറ്റീരിയൽ തന്നെയാണ്. നമുക്ക് ഈ റേറ്റില് നല്ല അഫോർഡബിൾ ആയിട്ട് വാങ്ങാം, എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അതിന്റെ പാന്റ് തന്നെ വന്നിട്ടുള്ളത്, ഇപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ പറയാണ്, അതിന്റെ പാന്റ് എലാസ്റ്റിക് ആണ് വരുന്നത്. ഒരു പെൻസിൽ പാന്റ്, പല്ലാസോ അല്ല, പെൻസിൽ പാന്റ് പോലെയാണ് ഏകദേശം വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റികളാണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് പറയുകയാണെങ്കിൽ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഷോൾ അടക്കം വരുന്ന ഒരു സെറ്റാണ് ഇത്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്, ഒരു വീനക്കാണ് വരുന്നത്. വൈറ്റിൽ യെല്ലോ പ്രിന്റ് ഒക്കെ, യെല്ലോ ഫ്ലവർ പ്രിന്റ് ഒക്കെ വരുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. കുറച്ച് സീ ത്രൂ ആണ്, എന്നാലും നമുക്ക് ഒരു സ്ലിപ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഈ സമ്മറിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. നമുക്ക് അധികം ചൂടൊന്നും എടുക്കാണ്ട് സുഖമായിട്ട് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഒരു ടോപ്പാണിത്. പ്രിന്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് കേട്ടോ. വീനെക്കാണ് ഇത്. ഞാൻ ലാർജ് സൈസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചില സമയത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ കറക്റ്റ് എനിക്ക് മീഡിയം സൈസ് മതി. അപ്പൊ ഈ ഇതിൽ വന്നിട്ട് ഞാൻ ലാർജ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് നല്ല വലുതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് കഴുകിയതിനു ശേഷവും വലിയ ചുരുങ്ങുന്നതായിട്ടൊന്നും തോന്നിയില്ല. ഇതങ്ങനെ ഷ്രിങ്ക് ആയി പോകുന്നൊന്നുമില്ല. നല്ല മെറ്റീരിയൽ തന്നെയാണ്, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പാന്റിലേക്ക് വരുന്ന സമയത്ത് പാന്റ് എലാസ്റ്റിക് തന്നെയാണ്. ഒരു പല്ലാസോ പാന്റ് ആണ് കേട്ടോ വരുന്നത്. ഇതിനൊരു പല്ലാസോ പാന്റ് ആണ് വരുന്നത്, പ്രിന്റഡ് ആണ്. പിന്നെ ഷോളിലേക്ക് വരുമ്പോ, ഇതിന്റെ ഷോളാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത്. ആ സെയിം പ്രിന്റഡിൽ വരുന്ന ഒരു അടിപൊളി ഷോളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇത് വന്നിട്ട്, ഇത് നമ്മുടെ മീഷോന്ന് വാങ്ങിയതാണ്. ഒരു ലൈറ്റ് പിങ്കില് വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. അപ്പൊ അത് ഹാഫ് സ്ലീവ് ഒക്കെയാണ് വരുന്നത്, റൗണ്ട് നെക്കാണ്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഒരു നൈറ കട്ട് മോഡലുള്ള കുർത്ത തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതിലുള്ള ഒരു പ്രശ്നമായി തോന്നിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പ്രിന്റ് ഉണ്ടല്ലോ, ഈ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ പ്രിന്റ് ഇങ്ങനെ വെള്ള പൊടികൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ഒരു വെള്ള പൊടികൾ നിറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം നമുക്ക് കാണാം. അപ്പൊ ഈ ടോപ്പിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ നന്നായി ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇതാ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാ ഇവിടെയൊക്കെ നമ്മളിതാ കേട്ടോ, ഈ വൈറ്റ് പ്രിന്റ് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ പോകുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ആയി തോന്നിയിരിക്കുന്നത്. ഇത് ഷ്രിങ്ക് ആവുന്നൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ തുണി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈ പ്രിന്റ് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഓക്കെ, ഇതിന്റെ പാന്റ് വരുമ്പോൾ എലാസ്റ്റിക് പാന്റ് തന്നെയാണ് വരുന്നത്. പല്ലാസോ പാന്റ് ആണ്, പോക്കറ്റ് ഒക്കെ ഉള്ള ഒരു പാന്റ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പാന്റൊക്കെ. പാന്റിൽ എനിക്ക് അതേപോലെ ഫീൽ ചെയ്തിട്ടില്ല. ടോപ്പിൽ ഫീൽ ചെയ്ത പോലെ പാന്റിൽ ഇത് പൊടിഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണിത്. ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും അങ്ങനെയെല്ലാം വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പൊ റൗണ്ട് നെക്കാണ് വരുന്നത്, ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. അതുപോലെ ഇത് ഹൈലോ കുർത്തി പറയില്ലേ, ആ ഒരു മോഡലാണ് വരുന്നത്. ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. അത്യാവശ്യം ഇത് ഞാൻ മീഡിയം സൈസിലാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റ് ആയിരുന്നു മീഡിയം സൈസിൽ വാങ്ങിയതിന്. വാഷ് ചെയ്തതിന് ശേഷം ഇത് ഷ്രിങ്ക് ആവുമൊന്നും ചെയ്തിട്ടില്ല. ഇതിന് നമുക്കൊരു സ്ലിപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, സീ ത്രൂ ഒന്നുമല്ല. അതുപോലെ അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു 235 250 300ന്റെ ഉള്ളിലാണ് ഇത് എനിക്ക് കിട്ടിയത് കേട്ടോ.
ഓക്കെ ഗൈസ്, അപ്പൊ ഈ 4 കുർത്താസ് ആണ് കേട്ടോ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ കാണുന്നതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.